ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കുറച്ച് കുഴപ്പം പിടിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളും അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല, പക്ഷേ പല ആളുകളും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഷെയർ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പലരും ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും കേൾക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടക്കുന്ന ആ ഒരു ഹൗസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റുഡിയോ, അതിനുള്ളിൽ നല്ല രീതിയിലുള്ള ചാത്തൻ സേവ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ കുറേ പേര് പറയും, അയ്യേ ഈ തള്ള ഇതെന്തിനു വന്ന് പറയുന്നത്, ഈ അമ്മച്ചി എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്തുണ്ടോ അത് എന്ന് ചോദിക്കും. ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളില്ലേ, പള്ളികളില്ലേ, ചർച്ചുകളില്ലേ, ഈ പറയുന്ന സ്ഥലത്തൊക്കെ സെമിത്തേരികളില്ലേ, ശ്മശാനങ്ങളില്ലേ. അപ്പോൾ പോസിറ്റീവ് ഉണ്ടോ, നെഗറ്റീവും ഉണ്ട്. ഇന്നത്തെ കാലത്തും ദുർമന്ത്രവാദവും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നുമില്ല എന്ന് തീർത്തും വിശ്വസിക്കുന്നില്ല എന്ന് കരുതി ഈ പറഞ്ഞ കാര്യങ്ങൾ അന്ധമായും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു പകുതിയിൽ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കേട്ടിട്ട് പകുതിയിൽ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരും അത് മുഴുവനായിട്ടും വിശ്വസിക്കണം എന്നൊന്നുമില്ല, ആരെയും ഞാൻ നിർബന്ധിക്കുന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ശാരിക KB ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരുമായിട്ടുള്ള ഇൻ്റർവ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഭാഗമാണ് ഈ ഒരു ബിഗ് ബോസ് വീടിനുള്ളിലെ ഇല്ലുമിനാറ്റിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ അതിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അതേക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു മനുഷ്യനല്ല, അത്രയും നിസ്സാരക്കാരനല്ല, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അതായത് ചാത്തൻ സേവ, അതായത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയും, അത് ഹൈന്ദവർക്കൊക്കെ അറിയാവുന്നതാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും കുറച്ച് ആത്മജ്ഞാനമുള്ള ആളാണ്, കുറച്ച് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസ് വീടിനുള്ളിൽ സാത്താൻ സേവ അല്ലെങ്കിൽ ദുർമന്ത്രവാദം അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വരാം. പ്രവേശനം തന്നെ നിങ്ങൾ സാത്താ സേവയിലേക്കാണ് പോകുന്നത്, അല്ലാതെ വിഷ്ണുമായ സേവയിലേക്കല്ല പോകുന്നത്. നിങ്ങൾ അതിനകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവായിട്ട്. അത് ശരിയാണ്, ഒരു നെഗറ്റിവിറ്റി അതിനകത്തുണ്ട്. അതായത് എപ്പോഴും വഴക്കും ബഹളം, കാരണം അത് ആ ഷോയുടെ വിജയമല്ലേ, ഷോയുടെ പ്രത്യേകത അതല്ലേ. വേറെ പോയിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ പോയിട്ട് എന്താ 21 ദിവസം നന്നായിട്ട് കളിച്ചിറങ്ങി, അത് ജനങ്ങളുടെ വോട്ടും ഉണ്ടല്ലേ. അതുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെട്ടു. ഓഹോ, അങ്ങനെ. അപ്പൊ ഞാൻ കഴിവുള്ളവരല്ലേ അവിടെ അതിനകത്ത് നിൽക്കുന്നത്, അല്ലാതെ കഴിവില്ലാത്തവരാണോ ബിഗ് ബോസിൽ പോയി? കഴിവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ്, നിങ്ങളുടെ കഴിവുകൾ കൂട്ടിയിടുക, ബന്ധിച്ച്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്ന് ചോദിക്കുന്ന ആളുകളെടുത്ത് ഞാനും കൂടി ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു രേണു സുധി. അവർ നെഗറ്റിവിറ്റിയിലൂടെ കയറിപ്പോയ ഒരാളാണ്, വൈറലായ ഒരാളാണ്. ആ ഒരു വ്യക്തി എപ്പോഴും ചടുലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, എപ്പോഴും കഴുത്തിന് ചുറ്റും നാക്കുമായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ പോയതിന് ശേഷം അവിടെ വെച്ച് പുള്ളിക്കാരത്തിക്ക് എന്താണ് സംഭവിച്ചത്? പുള്ളിക്കാരത്തി ആരോടും ശരിക്കും സംസാരിക്കാറില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇത്രയേ ഉള്ളൂ. വലിയ രീതിയിലുള്ള, ശരിക്കും പുള്ളിക്കാരത്തി ആകെ ഡൗൺ ആയിപ്പോയി, ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഏത് നേരവും പേം പിടിച്ച് കൊന്നു, അതുപോലെ തന്നെ ക്യാമറയെ നോക്കി കരഞ്ഞും വീട്ടിൽ പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും ബാലിശമായ ഒരു രീതിയിലേക്ക് പോയി അവർ. അപ്പോൾ രേണു സുധിയുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, പല മത്സരാർത്ഥികളും മൈൻഡ് സെറ്റാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയണ്ട,
അവിടെ വന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ മതി, ഓരോരുത്തരും ചുമ്മാതെ അനാവശ്യമായിട്ട് വഴക്ക് കൂടുന്നു. കുറേ ആളുകളൊക്കെ കോണ്ടന്റിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തയ്യാറായിട്ട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. പറയുമ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും പറയണമല്ലോ. മനഃപൂർവ്വം കണ്ടന്റ് വേണമെങ്കിൽ വഴക്കുണ്ടാക്കണം എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളും ഉണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ഒറ്റക്കണ്ണിൻ്റെ കാര്യമൊക്കെ, അവിടെ വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവറിൻ്റെ വരെ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ സാധാ സേവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റും. നിരസിക്കും. ഞാൻ നല്ലൊരു ഭക്തയാണ്. ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോൾ പോകുന്നു. നിങ്ങളുടെ കയ്യിലും കഴുത്തലുമുള്ള രക്ഷാപരമായിട്ടുള്ള തകിടുകൾ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റിയോ ഇല്ലേ? അത് അവർ സമ്മതിച്ചിട്ടില്ല. അതെന്തുകൊണ്ട്? അത് അവർ പറയുന്നത് അതൊരു ഷോയ്ക്കെതിരാണെന്നാണ് അവർ പറയുന്നത്. വിശ്വാസങ്ങളെല്ലാം തടസ്സപ്പെടുത്തിയല്ലേ? അത് ഒരേ ഡ്രസ്സാണ് എല്ലാവരും? അല്ല, ഒരേ ഡ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിഫോം. അത് പ്രാവശ്യത്തെ പണിയുടെ ഒരു ഇതായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റത്തില്ല. അവർ തരുന്ന ഡ്രസ്സുകൾ ഇടണം. ഒരേ കളറായിരുന്നു. പല കളറുകളാണ്. പല കളറുകൾ. അതെ, പല കളറുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഐക്യത ഏത് കളർ യൂസ് ചെയ്യാം. നമ്മുടെ കളറ് ഒറ്റ കളറാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും അതായത് അവിടെ മതമോ ജാതിയോ വലിപ്പമോ ചെറുപ്പമോ ഇല്ലെന്നുള്ളത് അതൊക്കെ അവിടെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അവരുടെ നിയമത്തിൽ. ഇങ്ങനെ അത് പറയുന്ന ഒരു കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ഒന്നിന്റെയും സപ്പോർട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് കോൺഫിഡൻസ് കിട്ടാനല്ലേ, നമ്മളൊരു പോസിറ്റീവ് ആ പോസിറ്റിവിറ്റിയെ നമ്മൾ സ്വയം ആർജിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഒരുപാട് മേഖലകളിലൂടെയും ഒരുപാട് അറിവുകളും ഒരുപാട് ഇന്റർവ്യൂകളും ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അതെ അതെ. അന്നേരം ഈ പഴയ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിന്റെ പഴയ പുസ്തകം, അതായത് ക്രിസ്ത്യൻസിൽ നിന്നും അവർക്ക് ആദ്യമേ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ക്രിസ്ത്യൻസ് ആചാരകർമ്മങ്ങൾ ചെയ്തില്ല. ആദ്യമേ ഉണ്ടായിരുന്നതാണ് ഈ ബ്ലാക്ക് മാജിക്കിൽ വരുന്നത്. അത് ആ സഭ അത് വേണ്ടെന്ന് വെച്ചതാണ്. അതായത് ക്രിസ്ത്യൻ സഭ അത് വേണ്ടെന്ന് വെച്ചതാണ്. അത് ബാൻ ചെയ്ത് അത് നിരോധിച്ചൊരു സാധനമാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. ഇപ്പൊ കടമറ്റത്ത് കത്തനാരിയിരിക്കുന്നു, കടമറ്റത്ത് പള്ളിയിൽ ഇരിക്കുന്ന കിണറിൽ വിഷ്ണുമായ മലബാരപരമായിട്ടുള്ള വിഷ്ണുമായാണ് അതിനകത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റും. ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് തിരക്കുമോ. അവിടെ ഇരിക്കുന്നത് വിഷ്ണുമായാണ്. അവിടെ ക്രിസ്ത്യൻ പള്ളിയിലോ? അതെ, അവിടെ ഇരിക്കുന്നത് ചാത്തനാണ്. അതിനൊരു കിണറുണ്ട്, അവിടെ കുരുതി നടത്താറുണ്ട്, പള്ളിയിൽ കുരുതി നടത്താറുണ്ട്, ഇപ്പോഴും നടത്താറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചാണ്. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും. നമ്മളൊരു തെളിവില്ലാതെ നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കും. ഒരു പ്രേതബാധ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വിഷയം എടുത്തിട്ട് അവരുടെ വീട്ടിൽ ഞാൻ പറയുന്നത് പ്രേതബാധയുണ്ട്, പഴയ പോലെയുള്ള ആഭിചാരങ്ങളൊന്നുമല്ല. ഈ ആഭിചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആഭിചാരം എന്ന് പറയുന്നത് ഭയപ്പെടുത്തി, മറ്റുള്ളവരെ ഭയപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. കോഴിയെ കണ്ടിക്കാതെ, മൃഗങ്ങളെ കണ്ടിക്കുക, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതൊന്നുമില്ല. ഒരാളുടെ ഒരു നല്ലൊരു പോസിറ്റീവുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാവുന്ന ഇതേപോലെ നെഗറ്റീവ്സ് ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഒഴിയാൻ പറ്റും. ഞാനൊരു ആഴ്ചയിൽ 6-7 പറഞ്ഞ് ഒഴിയാറുണ്ട്. താമസപരമായിട്ട് കിടക്കുക, താമസിക്കാൻ പറ്റാത്ത വീടുകൾ, മേത്തുനിന്നുണ്ടാവുന്നത്, വയലന്റ് ആയിട്ട് വീടിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങാതെ വരുന്നത്. ഈ ഒരു ബിഗ് ബോസ് വീടിനെ കുറിച്ചിട്ട് ഇദ്ദേഹം മാത്രമല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സീസണിൽ ഉണ്ടായിരുന്ന നമ്മുടെ കിടിലൻ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ചിട്ട്. അവിടെ അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കിടിലൻ ഫിറോസിനെ നമുക്കറിയാമല്ലോ, പൊളി ഫിറോസും കിടിലൻ ഫിറോസും കൂടി വന്ന ഒരു കാര്യം, DFKയും ഈ കിടിലൻ ഫിറോസും കൂടി ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടല്ലോ, സജിന ഫിറോസൊക്കെ. അപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കിടിലൻ ഫിറോസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ എപ്പോഴും ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അതിനുള്ളിൽ ഒരു തരത്തിലുള്ള പോസിറ്റിവിറ്റി നമുക്ക് തോന്നത്തില്ല, പോസിറ്റീവ് വൈബേ തോന്നത്തില്ല, എപ്പോഴും നെഗറ്റിവിറ്റിയാണ് തോന്നുന്നത്. അതൊരു പക്ഷേ പല വീടുകളിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും ജീവിച്ച മനുഷ്യരെല്ലാവരും കൂടി ഒത്തു നിന്ന ആ ഒരു സ്ഥലം ആയതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ വിരിച്ചിട്ടിരുന്ന കാർപ്പറ്റിൻ്റെയോ എന്തിൻ്റെയോ ഇടയിൽ നിന്ന് പുള്ളിക്കാരന് കുറച്ച് ഏതോ തകിടോ ഏലസോ എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടി ഈ പുള്ളിക്ക്. അപ്പോൾ പുള്ളി അത് കയ്യിലെടുക്കുകയും ചെയ്തു. എടുത്ത ആ ഒരു സമയത്ത് ഇത് ക്യാമറകൾ എപ്പോഴും ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം തന്നെ ബിഗ് ബോസ് പുള്ളിക്കാരനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച ശേഷം ആ തകിടുകൾ തുറന്നു നോക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അത് മേടിച്ചു. ആ ഒരു സംഭവം കിടിലൻ ഫിറോസ് പറഞ്ഞ വീഡിയോ നിങ്ങളിൽ പലരും പക്ഷെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ മാത്രമല്ല വേറെയും ആളുകൾ പറഞ്ഞ് ഞാൻ വീഡിയോകൾ പലയിടത്തും കണ്ടു. പക്ഷേ അത്രത്തോളം നമ്മൾ അതൊന്നും കണ്ടപ്പോൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ആധികാരികമായിട്ട് പറയാനായിട്ട് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം ബിഗ് ബോസിനുള്ളിലുള്ള ഈ ഒരു സാധനം പറഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരന് ഒരുപാട് ഭീഷണികൾ വന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടി കേൾക്കാം. ദേവസ്ഥാനം മഠാധിപതിയായ സുജിത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പറയേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് നല്ലത് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് കുറച്ച് ഭീഷണികളും കുറച്ച് ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര രീതിയിൽ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് വരേണ്ടി വന്നു. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടേണ്ടി വന്നായിരുന്നു. എങ്കിൽ അതാണ്. അത് മാത്രമല്ല, ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നിട്ട് പുറത്തു പോയിട്ടുള്ള മത്സരാർത്ഥികൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ,
അതിനുള്ളിൽ കാണുന്ന ഒന്നിനോട് നമുക്ക് സ്നേഹം തോന്നില്ല. ഒരു പൂവിനോടായാലും ഒരു പുല്ലിനോടായാലും ഒരു പൂമ്പാറ്റയോടായാലും എന്തിനോടായാലും നമുക്ക് സ്നേഹം തോന്നില്ല. എന്തോ ഒരു വിജനതയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നമ്മൾ കേട്ടൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ എത്ര പേര് വിശ്വസിക്കില്ല എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോയ്ക്കുള്ളിൽ പോകുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പോകുന്നവരുടെ ആരുടെയും കഴുത്തിൽ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഏലസ്, കറുത്ത ചരടുകൾ ഇതൊന്നും കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല. ഒരു ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഇതൊന്നും അണിഞ്ഞുകൊണ്ട് പോകാനായിട്ട് ആരെയും അനുവദിക്കുന്നില്ല. അത് അലോഡല്ല എന്നാണ് പറയുന്നത്. അവരുടെ ഷോയ്ക്ക് എതിരാണതെന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെയാണ് എതിരാവുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് പറയാനുള്ളത്, അടുത്ത സീസണിലെങ്കിലും ഏതെങ്കിലും മാന്ത്രികനെയും കൂടി വിടണം ബിഗ് ബോസ് വീടിനുള്ളിൽ. മത്സരിക്കട്ടോ, എല്ലാ തരത്തിലുള്ള ആളുകളും വരട്ടെ. കൂലിപ്പണിക്കാരും പിന്നെ എന്താണ് ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും വരട്ടെ, മാന്ത്രികരും വരട്ടെ, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറയുന്നത് എല്ലാവരും പറയുന്നതാണ്. ശരിക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് നന്നായിട്ട് മൈൻഡ് സെറ്റ് ചെയ്ത് പോയാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഏതോ ലോകത്തെത്തിയതുപോലെയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തോന്നും. ഒരു സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വിശ്വാസമുള്ള ആൾ, ദൈവവിശ്വാസമുള്ള ആൾ ആരായാലും അന്ധവിശ്വാസത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേട്ട കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ പകുതി വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.